എവിടത്തെ ലീഡറാണ് മരപ്പൊട്ട? നിനക്ക് വല്ല കുഴി കുത്തി കുഴിയുടെ ഉള്ളിൽ ഇറങ്ങിയതോടെ കഴുതേ. അല്ല പിന്നെ മേളു എന്താന്ന് അവൻ അറിയട്ടെ, ഒരു ഉത്തരവാദിത്തമില്ലാത്ത അല്ല മേളു. ഷിബു മോനെ, ലീലാമണിയെ പ്രശ്നമാണെന്ന് തോന്നിട്ടാ. അഭിജയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറ്റം കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു മാളു. ഇപ്പൊ അവൾക്ക് കിട്ടി, കമാനായി. ഇനിയിപ്പോ വൃത്തിയായിട്ട് അവൾ ഇതുമ്പോ പിടിച്ച് കയറും. അല്ലടാ ഷോ, നീ ഇത്ര മിണ്ടാത്തെ മരപ്പൊട്ട. നിന്റെ ചെവിടെ അടഞ്ഞ ഇത്ര നേരത്തെ തൊള്ള പൊളിച്ചോണ്ടിരിക്കായിരുന്നല്ലോ. കോണ കോണ കോണാന്ന് വാ തുറക്കടാ മരപ്പൊട്ട. മാളു, അതിനിപ്പോ എന്താ? രാവിലെ പറഞ്ഞില്ല, ഇപ്പൊ വൈകുന്നേരം പറഞ്ഞില്ലേ, അതുപോലെ. നീയൊക്കെ എവിടത്തെ ലീഡറാണ് മരക്കഴുതേ? രാവിലെ പറയേണ്ട കാര്യം വൈകുന്നേരം പറഞ്ഞ് നടക്കണോ? അയ്യോ, അത് പിന്നെ അറിയാണ്ട് ഞാൻ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ്. ഞാൻ പെട്ടെന്ന് അത് പിന്നെ നീ കിടന്ന് പപ്പ നടിക്കണ്ട. ആ രമ്യ ടീച്ചറെ മാനം കെടുത്താനിട്ട് ഇങ്ങനൊരു മോൻ. നിനക്ക് എന്ത് ഒരു രാജി വെച്ച് പൊക്കൂടെ? രാജി വെച്ച് പോടാ, കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ. അല്ല മേളു, അയ്യേ എന്ത് വൃത്തികെട്ട ലീഡർ. ഈ സ്കൂളിൽ ഇത്രയും വൃത്തികെട്ട ലീഡർ വേറെ എപ്പോഴും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലേ മേളു? ഞാൻ ക്രിസ്മസ് ഫ്രണ്ടിന്റെ കാര്യല്ലേ, അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് പഠിക്കണ കാര്യമാണ്. അതുകൊണ്ട് സോറി. നിന്റെ സോറിയും കൂറിയൊക്കെ ആർക്ക് വേണടാ? നിന്റെ മമ്മിയോട് ഞാൻ ഈ കാര്യം പറയുമ്പോ അറിഞ്ഞിരിക്കട്ടെ മോന്റെ ഉത്തരവാദിത്തമില്ലാത്ത മോൻ. രമ്യ ടീച്ചറെ മാനം കെടുത്താനിട്ട് അവനൊക്കെ. അത് ശരിയായിട്ട് മേളു, രമ്യ ടീച്ചറുടെ മാനം പോയി ഇങ്ങനെയുള്ളവൻ കാരണം. എന്ത് കഷ്ട. ഇതിപ്പോ ടീച്ചർ അറിഞ്ഞ ടീച്ചർ വിഷമിക്കില്ലേ? ഉത്തരവാദിത്തമില്ലാത്തവനാന്ന് പറഞ്ഞിട്ട്. നിന്റെ കൂട്ടുകാരൻ അഭിജയുടെ ഇപ്പൊ കാണിക്കണ ഈ ഇടവും നീ പഠിപ്പിച്ചായിരിക്കും. ഇതൊന്നും ഞാൻ പഠിപ്പിച്ചാലോ. അങ്ങനെ നല്ല വിളിച്ചേ, അങ്ങനെ നല്ല. പിന്നെ എങ്ങനെയാണ്? കേക്കട്ടെ കേക്കട്ടെ, പറ പറ പറ. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അഭിജയ് ഇങ്ങനെയാണ് സംസാരിക്കാറ്. അത് അവന്റെ ഒരു 18ാം തടവാണ്. മിനിസ് 2 സെക്കൻഡ് അതേപോലെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള 3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ വെയിറ്റ് കണ്ടാ മതി നിന്റെ അടവും തള്ളലും. മാളു, അമ്മയോട് പറയില്ലേ മാളു. പെട്ടെന്ന് ക്രിസ്മസ് ഫ്രണ്ട് ആയതുകൊണ്ട് വൈകുന്നേരം പറഞ്ഞാൽ മതി എന്ന് തോന്നി. ഇമ്പോർട്ടന്റ് ഇല്ലെന്ന് തോന്നി. അത് സോറി മാളു. നീയാണോ ഇമ്പോർട്ടന്റ് ഇല്ലായ്മ തീരുമാനിക്കണേ? ആണോടാ? ആണോ? രാവിലെ പറയേണ്ട കാര്യം വൈകുന്നേരം പറഞ്ഞു. എനിക്ക് എന്തോരം പ്ലാൻ ഇടായിരുന്നു. എന്തോരം പ്ലാൻ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ടായിരുന്നു അല്ലേ? അത് ശരിയാട്ടെ മാളു, എന്തോരം പ്ലാൻ ഉണ്ടായിരുന്നു. വാ മാളു, നമുക്ക് വേഗം രമ്യ ടീച്ചറോട് പറയാം. ഇവന്റെ തീരുമാനമാക്കി കൊടുക്കണവരെ. വാ മാളു, വേഗം പറയാം. വായു നമുക്ക് രമ്യയോട് പറയാം. ഇവന് രണ്ടും കിട്ടട്ടെ. അല്ല പിന്നെ ടീച്ചറുടെ മാനം കെടുത്താനിട്ട് ഇവരൊരു മോൻ. ഞാൻ കാലി പിടിക്കാം മാളു. അമ്മയോട് പറയില്ല മാളു. അമ്മയ്ക്ക് വിഷമാവും മാളു. പറയില്ല മാളു, പറയല്ലേ മാളു. അടിയിൽ. അതെ, അമ്മയ്ക്ക് വിഷമാവണം, എന്നാലും നീ പഠിക്കുള്ളൂ. അല്ല പിന്നെ ഈ മാളോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. അതെ, ഞാൻ മിസ്സിനൊരു ജോക്ക് പറയട്ടെ. എന്ത് ജോക്ക്? ഇത്ര നേരം പറഞ്ഞൊന്നും ജോക്കല്ലേ? ഇതല്ല. അതെ, ഈ അഭിജയില്ലേ എന്റെ ശിക്ഷനൊന്നല്ലട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. നിന്നെ പടച്ച കടവുൾക്ക് 10 സമ്മതിച്ചട്ട പൊന്നുമോനെ. സത്യത്തിൽ ആരെന്നറിയോ? ഈ രാഹുലിന്റെ ശിഷ്യൻ അറിയോ? മാളോട് മാളു. എന്റെ പൊന്നു രാഹുലെ, ഒന്ന് മിണ്ടാണ്ടിരിക്കുക. നിന്റെ കൂട്ടുകാരനല്ല അഭിജയ്, ഒന്ന് മിണ്ടാണ്ടി നിറ. മനസ്സിലായി, നീ ഒരു സംഭവമാണ്. എനിക്ക് മനസ്സിലായി. അതിന് മിനിസേ, താങ്ക്സ് മിനിസേ. എന്തെങ്കിലും ചെയ്യടി മക്ക്. എനിക്ക് കൊല്ലാത്തക്കാൻ പറ്റില്ലട്ടാ. മോനെ, എടാ ഇപ്പൊ മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മാളി എന്ന് രമ്യ ടീച്ചറോട് പറഞ്ഞ അപ്പിക്ക് നല്ല ചീത്തയാക്കാൻ ചാൻസ് ഉണ്ട്. എന്തിനാ വെറുതെ?
അതിന് ഇത് ഇത്ര വലിയ കാര്യമൊന്നല്ലല്ലോ. ഒരു ക്രിസ്മസ് ഫ്രണ്ടിന്റെ കാര്യല്ലേ 2-3 മണിക്കൂർ നേരം വൈകി പറയാനായിട്ട്. അതിനിപ്പോ എന്താ ഇവളെന്തിങ്ങനെ അലറിയില്ലേ? അവൾക്കതിന് പക വന്നു കഴിഞ്ഞാൽ കാരണങ്ങൾ വേണോ? ഇല്ലാത്ത കാരണം ഉണ്ടാക്കണവളവള് കുരുത്തങ്കട്ടവള്. പിന്നെയാണ് ഇത്. ഓ അഭിജയനെ ടീച്ചർ ചീത്ത പറയുന്നു തോന്നണ അല്ലേ? നമുക്ക് എങ്ങനെയാണ് അവൻ രക്ഷിക്കണേ? നമുക്ക് എങ്ങനെയാണ് രക്ഷിക്കണം അഭിജയനെ? നിന്റെ അവസാനത്തെ ജയും അഭിയും ഞാൻ വെട്ടിയിരിക്കും. നിന്നോട് ഞാൻ അപ്പളേ പറഞ്ഞ എന്നോട് എതിർത്ത് കളിക്കാൻ വരണ്ട. ഒന്നതി കരയുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? അമ്മയുടെ പറയില് വേള്, അമ്മയുടെ പറയില് വേള്. വേണ്ട വേണ്ട പ്ലീസ് പ്ലീസ്. ഇതൊക്കെ ഈ ക്ലാസ്സിലുള്ള ഓരോരുത്തർക്കും ഒരു പാടാ. മാളോട് കളിച്ചാ അന്തകനാണ് മാളു, അന്തകൻ. മാളൊരു ചെകുത്താനാ, ചെകുത്താൻ. പാടമാക്കല ഇവനെ നമുക്ക് തീരുമാനാക്കാം. രമ്യ ടീച്ചറോട് പറഞ്ഞിട്ട് ഇവന്റെ ലീഡർഷിപ്പ് ഇതോടുകൂടി അവസാനിച്ചു. നമുക്ക് പിടയ്ക്കാം. രമ്യ ടീച്ചറോട് പറഞ്ഞ ലീഡർ സ്ഥാനടക്കം നമുക്ക് ഒഴിവാക്കിക്കളയാം. മാളു, പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്, വലിയ പ്രശ്നം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇനിയൊരു ശരിക്കുള്ള പ്രശ്നം തുടങ്ങാൻ പോണേ. അതെന്താ സുബ്രോ നീ അങ്ങനെ പറഞ്ഞേ? ശരിക്കുള്ള പ്രശ്നം? അയ്യോ, ഈ ക്ലാസിന്റെ മൊത്തം സമാധാനം പോവാന്ന് തോന്നണേ. അയ്യോ, അത് മാളു, അത് നമുക്ക് രമ്യ ടീച്ചറോട് പറയണോ? ഇത് അത് പറയാണ്ട് പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആളുകൾ പറഞ്ഞിരിക്കും. പറയൂ, നീ പ്രശ്നം എന്താ പറയണ? പറയാൻ എന്ത് പ്രശ്നം? പ്രശ്നക്കേട് ഒന്നുമല്ല. നീ കാര്യം പറ. എന്ത് പ്രശ്നം? മാളു, അവനൊരു ചേട്ടനുണ്ട്, രമ്യ ടീച്ചറിന്റെ മൂത്ത മോൻ. ചേട്ടന്? അതിനിപ്പോ എന്താ? ഞാൻ വിജയ്ക്ക് ഒരു ചേട്ടനുണ്ട്, ഒരു സൈക്കോപാത്ത് പോലത്തെ സാധനം അത്. ഓ സൈക്കോപാത്ത്? അങ്ങനെ പറഞ്ഞടാ? എന്താ പറഞ്ഞു? അഭിജയുടെ ചേട്ടന്റെ കാര്യം ഞാൻ കേട്ടിട്ടില്ലടാ സുബ്രഹ്മണ്യെ. ആളെ പേരെന്തിട്ടാ? അഭിജയുടെ ചേട്ടന്റെ പേര് അനന്തു. അനന്തു കേട്ടിട്ടില്ലല്ലോ. അനന്തു? ഏതനന്തു? അത് മാളു 8C പഠിക്കണ അനന്തു. അവന്റെ ചേട്ടൻ അനന്തു എന്ന് നമുക്ക് എന്തിനാ? അനന്തും കൂനന്തും ഒന്ന് പോവാൻ പറയടാ. ഇനി ഞാനൊന്നും കേട്ടിട്ടില്ല അനന്തു. ചെമ്മിട്ട് ഇത്ര മൂത്ത മോൻ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കാൻ നോക്കട്ടാ. ഈ മാളു പേടിക്കില്ല. മാളു, ചിലപ്പോ വട്ടപ്പേര് പറഞ്ഞ മാളുവിന് മനസ്സിലാവും. അനന്തു, ട്രൗസർ അനന്തു, ട്രൗസർ അനന്തു. ആ ചേട്ടാ സ്കൂളിലല്ലേ, നമുക്ക് വലിയതില്ല. അവിടുത്തെ പുള്ളിയ ഒന്ന് വന്ന രണ്ടാമത്തേന് നമ്മൾ തീരും. ട്രൗസർ അനന്തുന്ന വട്ടപ്പേര്. 8C എന്ന് പറഞ്ഞ ഹൈസ്കൂളല്ലേ? അല്ലടാ മകനാ? ആ മാളു, ഹൈസ്കൂളിലെ ഏത് ചേട്ടന്മാരോട് ചോദിച്ചാലും അറിയാൻ പറ്റും ഈ അനന്ത ആരാന്ന്. ട്രൗസർ അനന്തുന്ന വട്ടപ്പേര്. ആളുടെ കണ്ണിപ്പൊട്ട് തീർന്നു. രമ്യ ടീച്ചറെ പോലൊന്നല്ല. അനിയനെ തൊട്ടൂന്ന് അറിഞ്ഞു കഴിഞ്ഞാ ഇത് എനിക്കറിയില്ല. രമ്യ ടീച്ചറെ പോലൊന്നല്ല. രമ്യ ടീച്ചറെ ചീത്ത പറയായിരിക്കും. ഈ അഭിജയ് കാല് പിടിച്ച് മാളുവിന്റെ കരഞ്ഞു അങ്ങനെ അനന്തു ചേട്ടാ അറിഞ്ഞു കഴിഞ്ഞാ ഈ മാളുവിന്റെ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കുന്ന എനിക്ക് തോന്നണേ. ഈ ക്ലാസ്സിലുള്ളവർക്കൊന്നും ട്രൗസർ പോലും കാണില്ല. അതാണ്. അതെന്താ നമ്മുടെ ട്രൗസർ കാണാത്തെ? ആളുടെ അനിയനെ തൊട്ട് കഴിഞ്ഞ പിന്നെ ട്രൗസർ ആളുടെ വട്ടപ്പേര് നിനക്ക് എങ്ങനെ വന്നേന്ന് അറിയോ? ആൾക്ക് ട്രൗസർ അനന്തൂന്ന് വട്ടപ്പേര് വന്നത് എങ്ങനെയാന്ന് നിനക്കറിയോ? എങ്ങനെ വന്നേ ട്രൗസർ അനന്തൂന്ന്? ഹൈസ്കൂളിൽ ചേട്ടന്മാരുടെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് വന്നേ സുബ്രോ? മാളു, പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്, വലിയ പ്രശ്നം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇങ്ങനെ ശരിക്കുള്ള പ്രശ്നം തുടങ്ങാൻ പോണേ. ഈ ക്ലാസിന്റെ മൊത്തം സമാധാനം പോവാന്ന് തോന്നണേ. അയ്യോ മാളു, അവനൊരു ചേട്ടനുണ്ട്, രമ്യ ടീച്ചറിന്റെ മൂത്ത മോൻ. ഞാൻ വിജയ്ക്ക് ചേട്ടനുണ്ട്, ഒരു സൈക്കോപാത്ത് സാധനം അത്. ഓ അഭിജയുടെ ചേട്ടന്റെ പേര് അനന്തു. 8C പഠിക്കണ അനന്തു. ചിലപ്പോ വട്ടപ്പേര് പറഞ്ഞ മാളുവിന് മനസ്സിലാവും. അനന്തു, ട്രൗസർ അനന്തു. എന്താടാ നിന്റെ പേര്? അനന്തു. വട്ടപ്പേര് പറയടാ. ട്രൗസർ അനന്തു. എടാ സുബ്രോ, ഇങ്ങനെ നമ്മുടെ സൂര്യനെ മാളും ഇല്ല അവന് പണി
അതിനെന്താ നമ്മുടെ ട്രൗസർ? മോനെ നിനക്ക് അങ്ങനെ സ്വഭാവം അറിയാണ്ട. അനിയനെ തൊട്ടു പറഞ്ഞ ഈ ക്ലാസ്സിലുള്ള ഒരാളുടെ പോലും ട്രൗസർ കാണില്ല. എല്ലായാളും ഒരു എനിക്ക് ഉറപ്പാ അയാൾ നിനക്ക് അറിയില്ല. അമ്മാതിരി സ്വഭാവം അയാളുടെ. അതിന് ഞാൻ പെണ്ണല്ലേ, എനിക്ക് പ്രശ്നമില്ലല്ലോ. ഞാൻ പറഞ്ഞാലും പ്രശ്നമില്ലല്ലോ, ഞാൻ പെണ്ണല്ലേ, ഞാൻ ട്രൗസർ ഇടാറില്ലല്ലോ. അല്ല പാക്കരാ അത് മാളുന് അനന്തൊരു സ്വഭാവം അറിയാണ്ട. ആ ചേട്ടൻ നീ വിചാരിക്കണ പോലെ ഒന്നല്ല, ഒരു സൈക്കോയാ, സൈക്കോ. ഇങ്ങർക്ക് വട്ടാണപ്പ. അപ്പൊ ഇങ്ങനെ ടീച്ചറൊന്നും പറയില്ലേ ഓടി കഴിഞ്ഞ ഇയാളെന്ന കോളേജ് സ്കൂളിൽ നിന്ന് പുറത്താക്കാത്തപ്പോ? അതിന് പരാതി പറയാൻ ആരെങ്കിലും പോണ്ടേ? ആരും പോയി. നിനക്കറിയാണ്ട ചുറ്റത്ത് സോറി നിനക്കറിയില്ല, അതുകൊണ്ടാ നീ നിനക്ക് പറയണേ. അബിയുടെ ചേട്ടൻ സ്വഭാവം നിനക്ക് കുറയില്ല. രാഹുലേ നീ അബിയുടെ ചേട്ടനെ നീ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ രാഹുലേ? കണ്ടിട്ടൊന്നും ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്റെ പൊന്നോ ആ സീൻ എനിക്ക് ഓർക്കാൻ വയ്യ. ഓർക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയിലുണ്ട്. എന്നിട്ട് ഈ മിന്നൂസിന്റെ കാര്യം സത്യത്തിക്ക് ഓർമ്മയില്ല. പിന്നെ ചോർന്നാലും ഞാൻ ഓർക്കാൻ പോകുന്നില്ല. സത്യത്തിക്ക് കുറച്ച് പേടിയുണ്ട്. അതിന് ഓർക്കാത്തിന് കാരണം ഓർമ്മയില്ല. അത് വേറെ സത്യമായിട്ട് മിന്നൂസ് എനിക്ക് ഓർമ്മയില്ല. നേഴ്സറി പഠിക്കുന്ന കാര്യേ, പണ്ട് നേഴ്സറി പഠിക്കില്ലേ അപ്പത്തെ കാര്യം ഞാൻ പറഞ്ഞേ. അപ്പോഴത്തെ സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഇവളെന്തിനാ ഇങ്ങനെ തല്ലണേ? ഇനി ഇവളുടെ ചേട്ടനാണോ? നാണം കെട്ടവനാണോ അശ്വന്നൊക്കെ മേളൊരു കണ്ടാലും മനസ്സിലാവുള്ളൂ. അങ്ങേരെ തല്ലാനിട്ട് കൈ പൊന്തിക്കണേന്റെ ഒരു സെക്കൻഡിന്റെ പകുതി മതി നമ്മുടെ ട്രൗസർ പോവാൻ. നാണുണ്ടെങ്കിലല്ലേ തല്ലാൻ പറ്റുള്ളൂ. നാണം നോക്കൂ, തല്ലാൻ നോക്കൂ. അതാണ് അങ്ങേരെ സ്ട്രാറ്റജി. ടീച്ചറൊന്നും പറയില്ലടാ ഇങ്ങനൊക്കെ ചെയ്യുമ്പോ. എന്താ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കട്ടെ, എന്താ സ്കൂളിൽ നിന്ന് പുറത്താക്കട്ടെ, എന്താടാ? അതിനാരെങ്കിലും പരാതിക്ക് പോണ്ടേ? ഇപ്പൊ ട്രൗസറല്ലേ പോയുള്ളൂ. ഇനി പരാതി അടിച്ചിട്ട് പണ്ടൊക്കെ പോയിരിക്കും ടീച്ചർമാരെ. അയ്യോ എന്താ മോനെ? എന്തേ പറ. എന്റെ കുഞ്ഞുകുട്ടാ എന്റെടാ? കുഞ്ഞുകുട്ടനാ ഇത് നീ എന്തിനടി ഇടയ്ക്ക് ക്രിഞ്ചാവണ? മനസ്സിലാക്കട്ടടാ. അതിനാണ് മടക്കട്ടല്ലേ മോനെ? പറയടാ എന്തിന്റെ ടെൻഷൻ, എന്തിന്റെ പ്രശ്നം? സീരിയസ് ആണോ? പറടാ പറ, സീരിയസ് ആണോ? ലീലാമണിയെ അതെ ഞാൻ ഉള്ളിലൊന്നും കെട്ടില്ല. ഇങ്ങനെ ട്രൗസർ ഓടി കഴിഞ്ഞാൽ എല്ലാം പുറത്താവും. എന്തിങ്ങനെ വൃത്തിയായിട്ടുള്ള കാരണം ഈ ക്ലാസ്സിൽ മൊത്തം പിള്ളേർ പെടാൻ പോകാൻ തോന്നണേ. ഇവൾക്ക് എന്തിട്ടാണ്? അയ്യോ അഭിജയനും മാളുടെ കാല് പിടിച്ച് കരഞ്ഞാലും അങ്ങനെ അറിഞ്ഞ പിന്നെ ഈ ക്ലാസ്സിലുള്ള ഒരാൾക്കും ട്രൗസർ അറിയില്ല. അതെനിക്കുറപ്പം. എന്തുറപ്പില്ല? ഇങ്ങനെ ക്ലാസ്സിൽ 2 ചേട്ടൻ പഠിക്കണേ 3-4 പ്രാവശ്യം എന്റെ ചേട്ടൻ ട്രൗസർ പോയേ. പിന്നെ ഉറപ്പില്ലാണ്ടിരിക്കോ? എന്റെ പൊന്നു മോളെ ഓർമ്മിപ്പിക്കില്ലേ? 4 പ്രാവശ്യം ചേട്ടൻ ട്രൗസർ പോയി. 5-ാമത്തെ പ്രാവശ്യം ചേട്ടൻ ട്രൗസർ പോകുന്നില്ല ചേട്ടൻ. അല്ല പിന്നെ അതൊന്നല്ല, എന്റെ ചേട്ടൻ ബുദ്ധിട്ട് കളിച്ചു, സ്കൂൾ മാറിപ്പോയി. അല്ല പിന്നെ എന്തിനാ വെറുതെ നാണക്കേടല്ലേ? അതാണ്. പിന്നെ ഞാൻ വല്ലാതെ ഓർക്കുന്നു എന്റെ ചേട്ടൻ ഉണ്ടമ്പരി ബുദ്ധിപ്പിടിച്ച് വീട്ടിലേക്ക് ഓടി വന്നത്. ഓ എന്റെ ആ ദേശീയന്റെ കണ്ണീന്ന് മായുന്നില്ല. അയ്യോ അത് മനസ്സിലാക്കിയുള്ള പ്രായം മിന്നൂസിനായിട്ടില്ല. പിന്നെ പറയട്ടെ. ഈ മാളൂരിൽ അനന്തോനും കൊടുത്തോനും പേടിക്കണ. ഈ മാളു പറഞ്ഞിരിക്കും. ഈ മാളു പറഞ്ഞിരിക്കണോ? അബിയുടെ ചേട്ടൻ വന്നു കഴിഞ്ഞാ ഈ മാളുന് ആനമയിലൊട്ടകം രോമത്തെ തൊടാൻ പറ്റില്ല. രോമത്തിന് എന്റെ പൊന്നുമാളു ഈ ക്ലാസ്സിലുള്ള മൊത്തം ട്രൗസർ ഊരിട്ടേ നീ അടങ്ങുള്ളൂല്ലേ? എന്റെ പൊന്നോ നാണം കിട്ട് ഓടേണ്ട അവസ്ഥയായിരിക്കും. ഈ മാളുന്റെ ഡാഡി പോലീസിലാണ്. മാളു വേണോ? ആലോചിച്ചിട്ട് പോരെ. റിസ്ക് എടുക്കണോ? റിസ്ക് എടുത്താ
തല്ലാനാണെങ്കിൽ തല്ലായിരുന്നു, പക്ഷെ മാനം വെച്ചുള്ള കളിയാ. ഓടാനായിട്ട് നിനക്കറിയില്ല അങ്ങേരുടെ കഴിവ്. അങ്ങേർക്ക് എന്ത് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യം? പകരം നീ പോയി ഒരു ഇരുമ്പിന്റെ അണ്ടർവെയർ മേടിച്ചിട്ട് നമുക്ക് ഈ കളി പൊലിപ്പിക്കണം. മാളു, എനിക്ക് നല്ല പേടിയിട്ടാ. ചുമ്മാ ഓർത്ത് നോക്കിയേ, നമ്മൾ അങ്ങേരിട്ട് വറക്കണത്, ഏരിച്ചട്ടിലിട്ട് വറക്കണത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല മാളു. ഒന്ന് ഓർത്ത് നോക്കിയേ, ഓർക്ക്. നമ്മൾ ചാവാൻ പോവാണോ? അയ്യോ അയ്യോ, അഭിനന്ദ ഞങ്ങളെ കൊല്ലല്ലേ, അഭിനന്ദ ഞങ്ങളെ കൊല്ലല്ലേ. ഇല്ലടാ മക്കളെ, നിങ്ങളെ ഞാൻ പൊരിക്കുള്ളൂ, പൊരിക്കും. നിങ്ങളെ കൊല്ലില്ല, ചുമ്മാ പൊരിക്കുള്ളൂ കേട്ടാ. എന്റെ അനിയനെ തൊടുന്നോടാ. മാളു, നമ്മൾ എത്ര സമയം കൊണ്ട് ചാവും? ഒരു 2-3 കൊല്ലെടുക്കായിരിക്കും എന്റെ പൊന്നു പാക്കര. തല വെട്ടി വെച്ച് കണ്ടാ നമ്മളിപ്പ ചാവണ പൊട്ടാ. ഒന്ന് കരയടാ. അയ്യോ മാളു, അഭിജയുടെ ചേട്ടനോട് പറ അവള് കൊള്ളുന്നേ. അയ്യോ 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 ഇല്ലട മക്കളെ, കൊല്ലില്ല. അൽഫാം, തല അൽഫാം, ഹെഡ് അൽഫാം. മാളു 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 പോയി. മാളു 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 അതല്ല മാളു, മാളു ഓർത്ത ഓർത്ത മാളു. അല്ല മാളു, നമ്മളെ ബീന ചേട്ടൻ ഉറക്കണത് അൽഫാം അടിക്കണത് ഓർത്ത ഓർത്ത മാളു. എന്താണ് ഇനി ഒരു വഴിയുള്ളേ? എന്താ ഒരു വഴി? എന്ത് വഴിയാ മാളു? ക്ലാസ്സിൽ കയറാനാണോ? ദേ ഈ വഴി കൂടെ പോവാന്ന് ക്ലാസ്സിക്ക്. എന്റെ പൊന്നു പൊട്ട, ആ ബീരച്ചേട്ടനിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴിയെന്ന്? അത് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല മാളു. നമുക്കിപ്പോ രമ്മിട്ടിച്ചോട് പറയണത് ഒഴിവാക്കാം, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അങ്ങേക്ക് പ്രാന്ത് പ്രാന്ത്. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാ ഈ മാള് തോറ്റൂന്നതിനർത്ഥം. തോറ്റൂന്ന് മാളു, തോൽവിയേക്കാളും ഭേദല്ലേ മാനം. മാനം വേണോ തോൽവി വേണോ ഇത് തിരിച്ചേ മാള് പറ. ഇങ്ങനെ എന്താണ് രമ്മിട്ടിച്ചൊന്നും പറയാത്തത്? പറയണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാ പറയണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാ എന്താണ് രമ്മിട്ടിച്ചർ ഇങ്ങനെ ഒന്നും പറയാത്തേ? ഈ കണ്ട പിള്ളേരുടെ ട്രൗസർ തോന്നിട്ട് രമ്മിട്ടിച്ചർ എന്തെങ്കിലും ഒന്നും പറയാത്തേ? രമ്മിട്ടിച്ചർ അങ്ങനെ അമ്മയല്ലേ, അമ്മ പറഞ്ഞ കേക്കണ്ടേ? എന്താ കേക്കാത്തേ? പറയണ സുബ്ര, എന്താ കൂടെ ഉള്ളവർ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാന്ത. പിന്നെ ആര് പറഞ്ഞിട്ട് കാര്യമില്ല, അതാണ് നിങ്ങൾക്കറിയോ? അറിയോ ഈ അമ്മ ഇല്ല, അത് നടക്കില്ല അമ്മ, നടക്കില്ല. അതെന്താ പോലെ നടക്കാത്തത്? നീ ട്രൗസർ ഊരില്ലേ? അമ്മേരെ മാനാണ് പോണേ, അമ്മേരെ മാനം. ഈ അമ്മ ഇല്ല, എന്റെ കൂടെ ഉള്ളവരെ തൊട്ടാ ഈ അനന്ത് വെറുതെ ഇരിക്കില്ല അമ്മ, ഇരിക്കില്ല. ഓരോന്ന് പറഞ്ഞ ഓരും. എന്റെ ഭയ എടുക്കണം. മോനെ, നിന്നെ ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കാതിന്റെ കാരണം എന്താണെന്നറിയോ? നീ സ്കൂൾ ഫസ്റ്റ് ആയതുകൊണ്ട് മാത്രം. ഇല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കി ആൾക്കാര്. ഇല്ല അമ്മ ഇല്ല, എനിക്ക് യാതൊരു വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് എന്റെ കൂടെ ഉള്ള തൊട്ട് കഴിഞ്ഞാ ഞാൻ ഊരെന്ന് പറഞ്ഞ ഊരും. ചേട്ടന് പിന്നെ അമ്മ പറ, എന്റെ അനിയൻ തൊട്ട് ഞാൻ എന്ത് ചെയ്യണ്ട? എന്താ ചെയ്യണ്ട പറ. എന്റെ അനിയനെ കൂട്ടുകാരൻ തൊട്ട് കഴിഞ്ഞാ ഈ ആനന്ദ് വെറുതെ ഇരിക്കില്ല, ഇരിക്കില്ല. എന്റെ അനിയനെ തൊട്ട് കഴിഞ്ഞാ ഏത് കാറിന്റെ ആയാലും ട്രൗസർ ആനന്ദ് ഓരിക്കും. ഓരെന്ന് പറഞ്ഞാ ഓരിയിരിക്കും. അതന്നെ തക്ക് തന്നെ. അത് വേണ്ട കേട്ടോ, അത് വേണ്ട. നിങ്ങൾ നായ എന്ത് വേണ്ടെന്ന്? അല്ല സാറുമാരെ ട്രൗസർ ഇല്ല, മുണ്ടൂരിയാ മതി കേട്ടോ, മുണ്ടൂരിയാ മതി. എന്റെ ഈ മാസത്തെ
രമ്യ ടീച്ചറെ മോനായതുകൊണ്ടാണോ ഇങ്ങനെ പുറത്താക്കാണ്ടിരിക്കണേ? ആരോട് നോക്കണ? രമ്യ ടീച്ചറെ മോനായതുകൊണ്ടൊന്നല്ല, ഇങ്ങനെ സ്കൂളിലും ക്ലാസ്സിലും ഫസ്റ്റാ ഈ വൃത്തികെട്ടവൻ. പിന്നെ ബാക്കിയുള്ള സാറുമാർക്ക് പുറത്താക്കാൻ പറ്റുമോ? എന്റെ പൊന്നോ, അതിന്റെ കൂടെ ട്രൗസർ ഊരിലും. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഇങ്ങനെ ട്രൗസർ ഊരും. എന്തൊരു കഷ്ടം നോക്ക്. ശത്രുക്കളില്ലാത്തൊരു സ്കൂള്, അതാണ് ഇങ്ങനെ ഉദ്ദേശം തോന്നുന്നത്. അങ്ങനെ നമുക്ക് ഒതുക്കണം. ഈ സ്കൂളിൽ നിന്ന് അങ്ങനെ തുണി പൊക്കി കൊള്ളണം. ഈ മാളൂരത് കാണണം. മേള് ലാസ്റ്റ് നമ്മള് തുണിയാണ്ട് ഓടാണ്ടിരുന്നാ മതി. തുണിയില്ലെങ്കിൽ ഓടാൻ പോലും പറ്റില്ലട്ടാ. അതാണ് അവസ്ഥ. അതൊക്കെ വയ്യ. നീ ഇങ്ങനെ ആരംഭത്തിൽ നെഗറ്റീവ് അടിക്കൽ എന്റെ പൊന്നു പാക്കര. ഞാൻ നെഗറ്റീവ് അടിച്ചല്ല മേള്. ഉള്ളത് പറഞ്ഞ ഉള്ള പറയാൻ പാടില്ലേ? ട്രൗസർ പോടുന്ന അഞ്ചല്ലേ മാളൂരിന് പറയാം. പറയാൻ പറ്റില്ല മേളു. ചിലപ്പോ മാളിന്റെ കൂരിക്കൊണ്ട് പോകും. പറയാൻ പറ്റില്ല. വെറുതെ മുട്ടാണ്ടിക്കണ്ട്. ഇങ്ങോട്ട് വരട്ടെ ഊരാനായിട്ട്. അങ്ങേരെ നീ ബാക്കി പറ മേള്. ബാക്കി പറയേ. കഴിഞ്ഞ മാസം രമ്മിട്ടിട്ട് തയ്യൽ മെഷീൻ വാങ്ങിച്ചത് കേട്ടെ. അതെന്താ സുബ്രഹ്മണ്യ തയ്യൽ മെഷീൻ മേടിച്ചിട്ട് തയ്യൽ മെഷീൻ മേടിച്ച എന്തിനാ? അതിന്റെ മുമ്പത്തെ മാസം അതിന്റെ മുന്നത്തെ മാസം രമ്മിട്ടിട്ട് ശമ്പളം മൊത്തം ട്രൗസർ മേടിച്ച് തീർന്നു. അങ്ങനെ തന്നെ അതിനെന്തിനാ തയ്യൽ മെഷീൻ മേടിച്ചേ? അല്ല, അതാകുമ്പോ സ്വന്തമായിട്ട് അടിച്ചു കൊടുത്തോളാം. എനിക്കറിയില്ലട്ടാ, അങ്ങനെയാണ് മൊത്തം പറയണ കേട്ടാ. ഇങ്ങനെ ട്രൗസർ വരും ടീച്ചർ മേടിച്ചു കൊടുക്കും, ഇങ്ങനെ ട്രൗസർ വരും ടീച്ചർ മേടിച്ചു കൊടുക്കും. ഇതന്നെ. അതെന്തിനാണ് സുബ്രഹ്മണ്യ ടീച്ചർ മേടിച്ചു കൊടുക്കണേ? ആരും പരാതിയായിട്ട് എനിക്ക് തന്നിട്ടില്ലല്ലോ. പിന്നെ ഇതിനെ ടീച്ചർ മേടിച്ചു കൊടുക്കണേ? ടീച്ചറെ ക്ലാസ്സിലെ പിള്ളേര് മൊത്തം അണ്ടർവെയർ ഇട്ട് നിന്ന് ടീച്ചർക്ക് സഹിക്കാൻ പറ്റുമോ? ടീച്ചറിനോട് മനസ്സാക്കിയുടെ പുറത്ത് മേടിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇവനോട് പറഞ്ഞ കാര്യണ്ടാ? ഇങ്ങനത്തെ ശത്രുക്കളുടെ മാത്രം ഊരിയ പോലെ എന്തിനാണ് ക്ലാസ്സിലെ മൊത്തം ഊരണേ? അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു വാണിങ്. അതായത് എല്ലാവരും ഓടുമ്പോ എല്ലാവരും പേടിക്കും. അപ്പൊ ഇങ്ങനെ ഇട്ട് മുട്ടാൻ പറ്റില്ല. ഡോണാണ് ഡോൺ. ഞാൻ വിചാരിക്കുന്ന വന്നല്ലട്ടാ, ഡേഞ്ചറാ. മോനെ നീ ഇവിടുത്തെ വീട്ടിൽ പോക്കോടാ. നിന്റെ ഊരിട്ടുള്ള ദൃശ്യം എനിക്ക് കാണാൻ പറ്റണില്ലടാ. അയ്യോ നിന്റെ ട്രൗസർ ഊരായിരിക്കില്ലല്ലേ? കാരണം നീ അഭിലാഷാണല്ലേ. നീ അഭിലാഷ് കഴിവുകളെല്ലാം പഠിപ്പിച്ചത് അല്ലടാ. അങ്ങേർക്കങ്ങനൊന്നില്ലേ? അങ്ങനെ ഒന്നും രണ്ടാമത്തെ ട്രൗസറി കൊണ്ടുപോകും. എന്റെ പൊന്നുമോളെ, അത് കേട്ട് അബീര് കേൾക്കലാണ് ചേട്ടാ എന്ന് പറഞ്ഞേക്കാൻ മുമ്പ് ഊരിണ്ടാവും. പിന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഉച്ചന് ലീവ് എടുക്കാം, അതായിരിക്കും നല്ലത്. അവന്റെ അണ്ടർവെയർ ഊരെടുക്കണ്. ചേട്ടാ എന്നോട് ക്ഷമിക്കച്ചേട്ടാ. അബി ചേട്ടന്റെ അനിയനെന്ന് ഞാൻ അറിഞ്ഞില്ല ചേട്ടാ. എന്നോട് ക്ഷമിക്കച്ചേട്ടാ, പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്താടാ ചേർക്ക നീ പറയണത്? എന്താടാ ചേട്ടാ? ബജാജ് പോയിട്ട് ഒരു തെറ്റ് പറ്റിയതാ. ഒന്ന് ക്ഷമിക്കച്ചേട്ടാ, പ്ലീസ് ചേട്ടാ. എന്റെ അനിയനെ തൊടാനുള്ള ധൈര്യം നിനക്കുണ്ടോടാ? ഇല്ല അണ്ണ, മാപ്പാക്കണം അണ്ണ. ക്ഷമിക്ക് അണ്ണ, മാപ്പാക്കണം അണ്ണ. അവന്റെ അണ്ടർവെയർ ഊരെടുക്കന്നെ. വെറുതെ വിടരുത്. എന്റെ അനിയനെ തൊടാനുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് തുണി കൊടുക്കാൻ ആഗ്രഹമില്ല എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ നിനക്ക്? പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ക്ഷമിച്ചു വിടാൻ ഞാൻ തമ്പാച്ചനോ അല്ല, ആനന്ദോ ട്രവസറാണെന്തോടാ. അന്നമായിട്ട് പൊട്ടിക്കഴിഞ്ഞ ഈ സ്കൂളിൽ ആർക്കും ട്രൗസർ കാണില്ല, തുണി പോലും കാണില്ല. മനസ്സിലായോ? പെട്ടെന്ന് തോന്നുന്നു. എന്താടാ നിന്റെ പേര്? ചെള്ളു ചെറുക്ക. എന്താടാ നിന്റെ പേര്? എന്താടാ? എന്റെ പേര് അച്ചു. എന്താടാ അച്ഛനാ? ഞങ്ങളുടെ അച്ഛനായ നീ ഇത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അച്ഛനായ? ചേട്ടാ അച്ഛനല്ല, അച്ചു. ACHU അച്ചു. അത് അച്ചൂന്നോട് വായിക്കാം. അച്ചൂന്നല്ലേ? നീ എവിടെ നിന്ന് വരുന്നേ? മെൽവിനെ നാറാന്ന് കണ്ട സ്പെല്ലിംഗ് കറക്റ്റാ. നീയൊന്നും മിണ്ടാതിരിക്കും. ഇതിന് നമ്മൾ അക്ഷര വിദ്യാഭ്യാസമില്ലാത്തരാന്ന് വിചാരിക്കും കേട്ടാ. സോറി അന്ന്, ചെറുതായിട്ടൊന്ന് മനസ്സ് കാണിക്കാൻ നോക്കിയതാ. സോറി. നീ അങ്ങനെയല്ലല്ലോടാ ഈ സ്കൂളിൽ പറഞ്ഞടക്കണം. നിന്റെ പേര് എന്തോ വേറൊരു പേരാണല്ലോടാ. ആ പേര് പറയടാ. നിന്റെ വട്ടപ്പേര് പറയടാ. ക്ഷമിക്കണം അണ്ണന്റെ അനിയെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി എന്നാണ് നീ എന്റെ അനിയനെ തൊട്ടുവെന്ന് ഞാൻ അറിഞ്ഞേ. നിന്റെ അണ്ടർവെയറില്ലേ അതങ്ങനെ ഞാൻ ഊരിയെടുക്കും. പിന്നെ നിനക്ക് സ്നാനമുണ്ടാവില്ല. നീ തുണിയില്ലാതെ ഓടേണ്ടി വരും. തുണിയില്ലാതെ. മനസ്സിലായോ നിനക്ക്?
എടാ സുബുവേ, എന്തുവാടാ നീ പറയണത്? എന്താടാ എന്താ സുബുമോനെ, എന്നിട്ട് പറ്റേ? സുബ്രമോനെ, ഒരു കഥ പറയുമ്പോ വാലും തുമ്പും മര്യാദയ്ക്ക് മനസ്സിലാക്കേണ്ട രീതിയിൽ പറ. നീ വളരെ ദൂരം മുന്നോട്ട് പോയിരിക്കണ്. ഇവിടെ എങ്ങനെ അടിയാവാൻ കാരണം അത് പറ. ഈ അബീര ചേട്ടൻ സി ക്ലാസ്സിലെ പിള്ളേരിട്ട് ഇടിക്കാണ്ടായ കാരണം അത് പറ നീ. സോറി രമണിയെ, ഞാൻ ആവേശത്തിന് കുറച്ചും കൂടി സ്പീഡിൽ പറഞ്ഞു പോയി. ഞാൻ പറയാം ഇവരെങ്ങനെ അടിയാവാൻ കാരണം. അത് ഈ സംഭവം നടക്കണത് അബി 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ. 1ാം ക്ലാസ്സില്. പൊന്നു സുബ്ര, ഈ കഥ പറയുമ്പോ വാലും തുമ്പായിട്ട് മര്യാദയ്ക്ക് പറ. അല്ലാണ്ട് കുറെ സ്പീഡ് അപ്പുറപ്പുറമൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവൂടാ. എങ്ങനെ അടിയാവുന്ന കറക്റ്റായിട്ട് പറക്കടാ. ആവശ്യം പോണെ ഞാൻ പറയാൻ ശ്രമിച്ചങ്ങനെ. ഇവിടെ അടിയാവാൻ കാരണമായിട്ട് മെയിനായിട്ട് മാർക്ക് ഞാൻ വിഷയം. മാർക്ക് എങ്ങനെയാ അഭിജയായിരുന്നു 1ാം ക്ലാസ്സിലെ മൊത്തം ഫസ്റ്റ്. അപ്പൊ സി ക്ലാസ്സിലെ പിള്ളേര് മോടിയിടാൻ വന്നു. അഭിജയ ഫസ്റ്റ് ആയതിന്റെ തുറക്കില്. അതെന്തിനാ മോടിയിടാൻ വന്നതാ സുബ്ര? അത് സി ക്ലാസ്സിന് എപ്പോഴും ഫസ്റ്റ് അവർ, അവന്മാരാണ് ഫസ്റ്റ് അവർ. ഇപ്പൊ ഇവൻ ഫസ്റ്റ് ആയെന്ന് പറഞ്ഞിട്ടാണ് ഇവനെ ചൂട്ടിടാൻ വന്നത്. നീയാണോട്ടാ 1ാം ക്ലാസ് എ ക്ലാസ്സിലെ അഭിജയ്? ആണോട്ടാ ചട്ടിച്ചലയാ? ആണോട്ടാ? എന്റെ പേര് അഭിജയില്. എന്റെ ഡൗട്ട് ചോദിക്കാൻ വന്നോളൂ. അട ചെറുക്ക, ഞങ്ങളെ കുറച്ച് ഡൗട്ട് തീർക്കാൻ വന്നതാ. ഇതോട് കൂടി നിന്റെ ഡൗട്ട് ഞങ്ങൾ തീരുമാനമാക്കും. നീയല്ലേ എ ക്ലാസ്സിലെ പുതിയ അഡ്മിഷൻ അല്ലേടാ? ഇപ്പൊ അടുത്തിറങ്ങിയ ഇറക്കുമതി നീയല്ലേ? വന്നപ്പോഴേക്ക് നീ ഫസ്റ്റ് അയ്യോ? അങ്ങനെയൊന്നുമില്ല. അന്ന് നടക്കണ ഞാൻ അപ്പൊ തന്നെ പഠിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വൈകിട്ടതല്ലേ. നീ വലിയ പഠിപ്പിച്ചാണ് എന്ന് നിനക്ക് വല്ല തോന്നലും ഉണ്ടോടാ? ഉണ്ടോടാ ചട്ടിച്ചലയ? എനിക്കങ്ങനെ തോന്നലൊന്നുമില്ല. ഞാൻ പഠിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാനങ്ങനെയൊന്നുമില്ല. നീ മുമ്പ് പഠിച്ച സ്കൂൾ ഏതായിരുന്നോടാ? പറയട്ടാ. ഞാൻ മുമ്പ് പഠിച്ചത് സെന്റ് ജോസഫിലായിരുന്നു. സെന്റ് ജോസഫില്. നീ എവിടെ നിന്ന് വന്നതായാലും ഞങ്ങളായിരിക്കണം ഫസ്റ്റ്. ഇനി നീ ഫസ്റ്റ് ആവാൻ പാടില്ല. നിനക്ക് മനസ്സിലായോ? ഇനി നീ ഫസ്റ്റ് ആയാൽ നിന്റെ ചട്ടിത്തലയെ ഞങ്ങൾ മുട്ടയടിച്ച് നിന്റെ മുട്ടി ശൂലം കുത്തി ഞങ്ങൾ കെട്ടിവിട്ടും. മനസ്സിലായോ നിനക്ക്? സി ക്ലാസ്സിലെ പിള്ളേരാണെങ്കിൽ ഇപ്പോഴും ഫസ്റ്റ് ആവാറുള്ളത്. സി ക്ലാസ് ആണ് ഫസ്റ്റ്. 1ാം ക്ലാസ് സി. അതാണ് ഈ ടീച്ചർമാരുടെയും സ്കൂളിന്റെയും അഭിമാനം. ഇനി എ ക്ലാസ്സിൽ ഫസ്റ്റ് വരരുത് നീ. മനസ്സിലായോ നിനക്ക്? മനസ്സിലായില്ലെങ്കിൽ ഞങ്ങളുടെ ഗാങ് ഒരുക്കി കൂട്ടി വരേണ്ടി വരും. അത് നിനക്ക് നല്ലതാവില്ല. മനസ്സിലായോ നിനക്ക്? എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ എന്ത് ചെയ്തു? നിനക്ക് മനസ്സിലാവുന്ന പക്ഷേ ഞങ്ങൾ പറഞ്ഞു തന്നാൽ നിനക്ക് താങ്ങാനാവില്ല. നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലായോ? ഇല്ല, ഇപ്പോഴും മനസ്സിലായില്ല. ബജറ്റ് ബ്രോ, ഇവൻ വലിയ ടീച്ചറുടെ മോനെ. അതാണ് ഇവിടെ ഇങ്ങനെ കിട്ടുന്നത്. ഞൊളകണത് ആണോട്ടെ ചട്ടിത്തലയ? നീ വലിയ ടീച്ചറുടെ മോനായത് കൊണ്ടാണോ നീ ഇങ്ങനെ കിട്ടുന്നത് ഞൊളകണത്? ആണോട്ടാ? ഞാൻ ഞൊളക്കില്ലല്ലോ. നിങ്ങൾ എന്തൊക്കെ പറയണേ? നീ എവിടേക്കും പോകില്ല. നീ മാർക്ക് വാങ്ങില്ല എന്ന് നീ ശബ്ദം ചെയ്യാതെ നിന്നെ വിട്ടില്ല ഞങ്ങൾ. ഞാൻ മാർക്ക് വാങ്ങും. ഒന്ന് പോടോ. ബ്രോ, ഇവന്റെ മൂട്ടിൽ നമുക്ക് ശോളം കിട്ടിയാലോ? അതെങ്ങനെയുണ്ട് ഐഡിയ? ഇനി അങ്ങനെ നീ ഫസ്റ്റ് വെട്ടിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെ മരണം ഞങ്ങളുടെ കൈ കൊണ്ടായിരിക്കും. അത് നീ മനസ്സിലാക്കിക്കോ. ഞാൻ ഫസ്റ്റ് പഠിക്കാനൊന്നല്ല പഠിക്കുന്നത്. ഞാൻ പഠിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ നീ അന്ന് നടക്കേണ്ട കാര്യങ്ങൾ പഠിക്കട്ടെ. പ്രശ്നം തീർന്നില്ലേ? സി ക്ലാസ് ആവണം ഫസ്റ്റ്. സി ക്ലാസ് ആണ് ഫസ്റ്റ്. അതാണ് ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാനം. ഞങ്ങളാണ് ഫസ്റ്റ്. മനസ്സിലായോ നിനക്ക്? എന്ത് പറഞ്ഞ ചട്ടിക്കളയാ? നീ എങ്ങാനും ഇനി ഫസ്റ്റ് അടിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ എന്റെ കാല് നിന്റെ കഴുത്തിൽ അമരും. കേട്ടോ ചട്ടിക്കളയാ? എനിക്ക് വേദനിക്കുന്നു. പിന്നെ നീ എന്താ വിചാരിച്ചിട്ട് നിന്നെ സുഖിപ്പിക്കാനാണ് ഞാൻ നിന്നെ ചവിട്ടിക്കിട്ടതെന്നോ? നിനക്ക് വേദനിക്കാൻ തന്നെയാണ് ചട്ടിക്കളയാ. ഇനി നീ ഫസ്റ്റ് അടിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ ഞങ്ങൾ ഉറക്കും. നല്ല അടിപൊളി ഞങ്ങൾ നിന്നെ ഉറക്കും. കേട്ടോ അഭിജയേ? ടീച്ചറുടെ മോനാണ് അച്ചാറിന്റെ മോനാണെന്നുള്ള ഡയലോഗ് ഒന്നും ഇവിടെ വേണ്ട. നിനക്ക് മനസ്സിലായോ? പൾസറെ ടോളെടുക്ക്. ടോള് ബജറ്റ് ബ്രോ, ഉറുമ്പ് പൊടി വേണോ അല്ലെങ്കിൽ ചൊറിച്ചിൽ പൊടി വേണോ? ഏതാ വേണ്ടത്? ഇവനെന്തായാലും ബെസ്റ്റ് ചൊറിച്ചിൽ പൊടി തന്നെയായിരിക്കും. അതായിരിക്കും നല്ലത്. അണ്ണൻ ഈ ലെവലെടുത്തേണ്ട ആളൊന്നല്ല, കുറച്ചും കൂടി ലോ ലെവലെത്തേണ്ട ആളാ. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് മെൽവിനെ? എന്താടാ? അല്ല, അണ്ണൻ ഈ സിഗ്നേറ്റ് നടക്കണ കാരണമുണ്ട് അണ്ണന് കാര്യം വായി നോക്കത്തേ. അണ്ണന് എത്ര ലൈൻ കിട്ടേണ്ടത്, എത്ര പേര് അണ്ണനോട് ഇഷ്ടമെന്ന് പറയുന്നത്. എന്നിട്ട് എന്താ അണ്ണൻ ആരും നോക്കാത്തത്? എനിക്കതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലടാ മെൽവിനെ. അതൊക്കെ എന്തിനാടാ? അതൊക്കെ പെർമനന്റ് ആണോ? ഇപ്പൊ പഠിക്കേണ്ട സമയല്ലേ? നീ ഇരുന്ന് പഠിക്കേ. അണ്ണന്റെ സംഭവം തന്നെ. ആ ബേക്കറിക്കുന്ന പിള്ളേരില്ലേ, അണ്ണന്റെ വഴി നോക്കുന്നുണ്ട് ചെറുതായിട്ട്. എനിക്ക് മനസ്സിലായി. നീ അതൊന്നും നോക്കാൻ നിൽക്കണ്ട. അതൊക്കെ നോക്കിയാ അതിനെ നേരണ്ടാവുള്ളൂ. മനസ്സിലായ മെൽവിനെ? അണ്ണി മറ്റേതാണോ? മറ്റേത് മറ്റേതാ? ഏത് മറ്റേത്? ഓടാ ചേട്ടാനെ. അയ്യോ സോറി അണ്ണ, അങ്ങനെ വെച്ച് പഠിച്ചല്ലേ. എന്ത് ക്യൂട്ടാ അല്ലടി. നിന്റെ ഡാഡിക്ക്
ചളിക്കണ്ടത്തിലുള്ള പണി ആണോടി? എന്ത് മനോഹരമായ തമാശകളാണ് ഇറക്കുന്നത് ഓരോ ദിവസവും. ഇതെനിക്ക് ജന്മനാ കിട്ടുന്നതാ, ജന്മനാ. നീ പറഞ്ഞത് നന്നായി. നിനക്കൊരു ബുക്കിറക്കി കൂടെ? കൂട്ടുകാരനല്ലേ വിധി? എന്താണ് വിധിനെ? എന്ത് പറഞ്ഞു നീ? ആരിടിക്കുന്നു?